അതിപരിശമായി നാം വാഴ്ത്തപ്പെടും. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായി ദൈവദിനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. നിശ്ചയപ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം എന്റെ 4-ാം വാക്യം. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിവന് ഒരു ദുർഗവും ദരിദ്രന് അവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലും ആയിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. വായിച്ച വചനം നമ്മൾ ചിന്തിക്കുന്നത്, നീ എളിയവന് ഒരു ദുർഗവും ദരിദ്രന് കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ശരണവും ഉഷ്ണത്തിൽ തണലും ആയിരിക്കുന്നു എന്നുള്ള ദൈവിക കരുതലിന്റെ ഭാഗം നമ്മൾ ചിന്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭയങ്കരന്മാരുടെ ചീറ്റൽ ദൈവജനത്തിനും നേരെ കടന്നു വരുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ തള്ളിക്കളയാതെ കൈവിട്ട് കളയാതെ കർത്താവ് നമുക്ക് നൽകുന്ന വലിയൊരു സംരക്ഷണത്തെക്കുറിച്ച് ഈ വിശുദ്ധ തിരുവെഴുത്തിൽ പ്രവാചകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ്. ആ ഭാഗത്ത് നമ്മൾ ദൈവത്തിനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വിരോധമായി പല ദുഷ്ടശക്തികളും മനുഷ്യരൂപത്തിൽ എഴുന്നേക്കാം. ഇതുവരെ ദുഷ്ടം പ്രവർത്തിക്കുന്ന മനുഷ്യരുടെയാണ്, അതായത് പറഞ്ഞ വെച്ചാൽ ഉദ്ദേശം. അപ്പം പല ദുഷ്ടശക്തികളും പല ദുഷ്ടന്മാരും സാത്താന്യ ശക്തികൾ ഒന്നടങ്കം നിനക്ക് നേരെ എഴുന്നേറ്റ് മനുഷ്യ രൂപത്തിൽ വരും. പ്രൈസലോ. നിങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? നമുക്ക് നേരെ വരുന്ന ശക്തികളെ കണ്ടിട്ടില്ലേ? അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ ജോലി മേഖലയില്, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ തലമുറയില്, നിങ്ങളുടെ കൃഷിക്കകത്ത്, നിന്റെ വ്യാപാരത്തിനകത്ത്, ജോലി, അതിന്റെ ബിസിനസ്സിൽ വിവിധ നിലകളിൽ ദുഷ്ടശക്തികൾ നിനക്കെതിരെ എഴുതേക്കും. കുടുംബത്തിനകത്ത് കണ്ണുനീരും കലക്കവും കൊണ്ട് തരും. കുടുംബജീവിതത്തെ പോലും തകർത്ത് കളയുന്ന വിധത്തിലൂടെ സാത്താന്യ ശക്തികൾ മനുഷ്യരൂപത്തിൽ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വന്ന് നിനക്കൊരു വലിയ പോരാട്ടങ്ങൾ ഉണ്ടാവും. ആ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ നിങ്ങളെ വളയുമ്പോൾ, പ്രശ്നങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് മീതെ വരുമ്പോൾ, നിങ്ങളുടെ സ്വസ്ഥത കെടുത്തി കളയുമ്പോൾ, സമാധാനത്തെ ഇല്ലാതാക്കുമ്പോൾ, ചില വ്യക്തികളൊക്കെ ചെയ്യുന്ന ഒരു മുഴം കയറിൽ, അല്ലെങ്കിൽ ഉടുത്ത തുണിയില്, സാരിത്തുമ്പില്, അല്ലെങ്കിൽ എവിടെയും വണ്ടിയുടെ കീഴില്, അല്ലെങ്കിൽ വെള്ളത്തിൽ, ട്രെയിനിന് മുമ്പിൽ, അല്ലെങ്കിൽ വിഷമൊക്കെ കഴിച്ച് ജീവനെ ഒടുക്കിക്കളയുന്ന കാണാൻ കഴിയും. അല്ലേരിയ. കാരണം ഭയങ്കരന്മാരുടെ ചീറ്റൽ അല്ലേരിയ മതിൽ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ പലർക്കും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ജീവിതത്തിൽ തകർന്ന് തരിപ്പണമായി പോയ അനവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് യഹോവയായ ദൈവം പ്രവാചകനിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്, നിനക്ക് നേരെ ഏതെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, പ്രതിസന്ധികൾ വന്നാലും, പ്രശ്നങ്ങൾ വന്നാലും, നീ ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ നിനക്കെതിരെ വരുന്ന ശത്രുവിന് മുമ്പിൽ ദൈവം നിനക്ക് അല്ലെങ്കിൽ ഒരു ദുർഗവും, അല്ലെങ്കിൽ കഷ്ടത്തിൽ കോട്ടയും, കൊടുങ്കാറ്റിൽ ശരണവും, ഉഷ്ണത്തിൽ അല്ലേറിയ തണലുമായി ദൈവം നിന്നെ കാത്തു സൂക്ഷിക്കും. അല്ലേറിയ. അതുകൊണ്ട് തന്നെ പ്രവാചകൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ 54 നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും വരികയില്ലെന്ന്. വിശ്വാസത്തിൽ ഉറച്ചടിസ്ഥാനം വിട്ട് ജീവിത വിശുദ്ധിയിലാണ് നീ ജീവിക്കുന്നെങ്കിൽ അല്ലേറിയ നിന്നെയും നിന്റെ കുടുംബത്തെയും തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. രക്തക്ഷയം. വെല്ലുവിളികൾ ഒരുപാട് കടന്നു വരും. സാഹചര്യങ്ങളെല്ലാം നിനക്ക് പ്രതികൂലമായി മാറും. ആരുടെ ഒരു ആശ്വാസ വാക്ക് നീ പ്രതീക്ഷിക്കരുത്. ആരും ആശ്വാസ വാക്ക് പറയുവാൻ നിന്റെ അരികിൽ വന്നെന്ന് വരത്തില്ല. വരുന്നവരെല്ലാം നിനക്കെതിരെ കുറ്റം ചുമത്തുന്നവരായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവി, നീ ദൈവത്തിൽ ആശ്രയിക്കണം. 118-ാം സങ്കീർത്തനം 8-ാം വാക്യം എന്താണ് പറയുന്നത്? മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്.
അത് നാല് വശത്തും എതിരാളികൾ കടന്നു വരുമ്പോൾ, നാല് വശത്തും പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, ലേവിയ മനുഷ്യരിലും പ്രഭുക്കന്മാരിലും ആശ്രയിക്കാതെ, പുതിയ നിയമസഭയുടെ ബന്ധത്തിൽ പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിലാണ് നീ ആശ്രയിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തെ തകർക്കുവാൻ ഒരു വ്യക്തിക്കും കഴിയില്ല. ലേവിയ അപ്പം കഷ്ടങ്ങൾ കടന്നു വരുന്ന സമയത്ത് മനുഷ്യരുടെ ദുഷ്ടാത്മാവിന് മേൽ ജയം പ്രാപിക്കണമെങ്കിൽ നിങ്ങൾക്ക് ശക്തമായ പ്രാർത്ഥന ജീവിതം ആവശ്യമാണ്. ലേവിയ അപ്പം കഷ്ടങ്ങൾ കടന്നു വരുന്ന സമയത്ത് ആമേൻ അല്ലെങ്കിൽ സ്തോത്രം, അല്ലെങ്കിൽ മനുഷ്യനാൽ കടന്നു വരുന്ന ദുഷ്ടാത്മാവിന്റെ മേൽ ജയം പ്രാപിക്കാൻ പ്രാർത്ഥന ആവശ്യം. അപ്പം കർത്താവിനെ നോക്കി വേദനയോട് യാചിക്കുന്ന യാചനയാൽ തിളച്ചു മറിയുന്ന സാഹചര്യം സമാധാനമുള്ളതായി മാറി. ലേവിയ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ട്, നിങ്ങൾ കർത്താവിനെ നോക്കി യാചിക്കുമ്പോൾ ആ യാചിക്കുന്ന സമയത്ത് തിളച്ചു മറിഞ്ഞു നിൽക്കുന്ന വെള്ളം പോലെ നിന്റെ ജീവിതത്തിൽ തിളച്ചു മറിയുന്ന അനുഭവങ്ങളുടെ നടുവില് കർത്താവ് നിനക്ക് സമാധാനം തരും. ലേവിയ അലയടിച്ചുയരുന്ന കടൽ ശാന്തമാകും. ലേവിയ സ്തോത്രം, ശക്തമായി വീശുന്ന കൊടുങ്കാറ്റ് ശാന്തമാകും. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവി പിതാവേ, അലയടിച്ചുയർന്നു വരുന്ന തിരമാലകൾ പോലെ ഉയർന്നു വരുന്ന കടലിനെ ശാസിക്കാൻ നമ്മുടെ കർത്താവിന് കഴിഞ്ഞെങ്കിൽ, അല്ലേറിയ വലിയ കൊടുങ്കാറ്റിനെ ശാസിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിഞ്ഞെങ്കിൽ, നിന്റെ ഏത് പ്രശ്നത്തെ ദൈവം പരിഹരിച്ചു തരും, രക്തം ചെയ്യും. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിൽ സ്തോത്രം പറഞ്ഞാട്ട. നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ തകർന്ന വ്യക്തിയായിരിക്കാം, ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ വേദനപ്പെടുന്നുണ്ടായിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്റെ ജീവിതത്തെ നീ ഒടുക്കിക്കളയല്ല ചെയ്യേണ്ടത്. നീ അതിനു മുമ്പിൽ പിടിച്ചു നിൽക്കണം, ജയം പ്രാപിക്കണം. ശത്രുവിനെ വെല്ലുവിളിക്കുവാൻ, ശത്രുവിനെ നേരിടുവാനുള്ള ദൈവകൃപയാണ്, ദൈവിക അഭിഷേകമാണ് കർത്താവ് നിനക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നിന്നെ ഈ ഉലകത്തിൽ തകർക്കുവാൻ ആർക്കും കഴിയില്ല. നീ ദൈവത്തിന്റെ മകനാണ്, നീ ദൈവത്തിന്റെ മകളാണ്, നീ വീണ്ടെടുക്കപ്പെട്ടവരാണ്, വീണ്ടെടുക്കപ്പെട്ടവളാണ്. നിന്റെ മേൽ ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്, നിന്റെ മേൽ ഒരു അഭിഷേകമുണ്ട്. ഏത് സാഹചര്യത്തെ നേരിടുവാനുള്ള ബലം ദൈവം നിനക്ക് തരും. അല്ലെങ്കിൽ നീ ദൈവസ്ഥിതിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് നേരെ പൊങ്ങി വരുന്ന സകല ദുഷ്ടാത്മശക്തികളെയും ദൈവം നീക്കി തരും, രക്തം ചെയ്യും. വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കണം. വിശ്വസിക്കുന്നവരിലാണ് അത്ഭുതം നടക്കുന്നത്. അല്ലേലൂയ. അതാണ് മർക്കോസിലും പറയുന്നത്, വിശ്വസിക്കുന്ന ഒരാൾ അടയാളം നടക്കും. പ്രൈസ്. അപ്പൊ നീ വിശ്വസിച്ച് യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവി, നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഈ ദൈവവചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധം പുനഃസ്ഥാപിതമാക്കുന്നതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രാരംഭ വചനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, യഹോവേ നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കും. നീ അത്ഭുതമായി പണ്ടേയുള്ള ആലോചനകളെ വിശ്വസ്തയോടും സത്യത്തോടും കൂടെ അനുഷ്ഠിച്ചിരിക്കുന്നുവല്ലോ. ലേലിയ വായിച്ചു തുടങ്ങുന്നത് തന്നെ വലിയൊരു ആശ്വാസത്തിലാണ്. ലേലിയ എന്ന് പറഞ്ഞ യഹൂദ ജനം ആമെ ത്യാജ്യകോടിയിൽ തള്ളിയിരുന്ന അല്ലയ്യ യഹോവയെ അല്ലെങ്കിൽ അവരുടെ ദൈവമായും രക്ഷയുടെ ഉറവിടമായും ആദ്യമായി അംഗീകരിക്കുകയാണ്. ദൈവത്തെ തള്ളിക്കളഞ്ഞ യഹൂദജനം ഇപ്പം ദൈവത്തെ എന്ത് ചെയ്യുന്നു? അംഗീകരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. രക്ഷയുടെ അനുഭവത്തിലേക്ക് ഒരാൾ വരണമെങ്കിൽ ദൈവമായി വ്യക്തിപരമായ ബന്ധത്തിൽ വരണം എന്നാണ് കാണുന്നത്. ഒരുവന് രക്ഷയുടെ അനുഭവത്തിൽ വരണമെങ്കിൽ, സാഹചര്യങ്ങളെ അതിജീവിക്കണമെങ്കിൽ കർത്താവാൻ യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിലേക്ക് വരണം. അല്ലേ? അവനെ അല്ലെങ്കിൽ ദൈവം കൈപിടിച്ചുയർത്തും. അങ്ങനെ മാനസാന്തരപ്പെട്ട ഇസ്രായേൽ ജനം ബലമുള്ള ജാതിയായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുവെന്ന് 3-ാം വാക്യം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിനാൽ യഹോവയായ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ ജനം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അപ്പം ദുഷ്ടന്മാരുടെ ഭീഷണി അവരുടെ നേരെ ആഞ്ഞടിച്ചപ്പോൾ ദൈവം അവർക്ക് സംരക്ഷണം നൽകിയതിനാൽ അവർ ആശ്വാസം പ്രാപിക്കുന്ന വചനമാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. ഭയങ്കരമാരുടെ ചീറ്റൽ മതിലിന് നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവനൊരു ദുർഗവും, ദരിദ്രൻ അവന്റെ കഷ്ടത്തിലൊരു കോട്ടയും, കൊടുങ്കാറ്റിന്റെ ശരണവും, ഉഷ്ണത്തിൽ ഒരു തണലുമായിരിക്കുന്നു. അതെ, ആ വചനം നിന്നോടാണ് സംസാരിക്കുന്നത്.
എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശ്രോതാവേ, നിന്നോടാണ് വചനം സംസാരിക്കുന്നത്. ഇപ്പോൾ നീ അനുഭവിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ നീ തളരാതിരിക്കാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെ ഇരുന്ന് ലേലിയ നിന്നെ ആ പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് കൈപിടിച്ചുയർത്തുവാൻ ആഗ്രഹിക്കുക. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ടെ. അല്ലേലിയ, അല്ലേലിയ. നീ കർത്താവിന് വിലയേറിയവനാണ്, മാന്യനാണ്. അല്ലേലിയ. കർത്താവ് യേശുവിന്റെ രക്തത്താൽ നീ വീണ്ടെടുക്കപ്പെട്ടവനാണ്. നിന്നെ ശുദ്ധീകരണം പ്രാപിച്ചവളാണ്. നീ ദൈവത്തിന്റെ മകനായി മകളാണ്. അബ്ബാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്നത് കൊണ്ട് അല്ലേലിയ മനുഷ്യൻ അല്ലേലിയ നിനക്ക് നേരെ എഴുന്നേൽക്കുമ്പോൾ അതിന്റെ നടുവിൽ നിന്നെ താങ്ങി നിർത്തുവാൻ എന്റെ യേശു നിന്നോട് കൂടെ ഉണ്ടാകും. രക്തം ചെയ്യണം. പ്രൈസ്. ഇന്ന് പകരം ദൈവത്തിന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നീ തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അല്ലേലിയ. ആമി സ്തോത്രം. അല്ലേലിയ. ആമി സ്തോത്രം. ആമി സമാധാനമില്ലാതെ തിളച്ചു മറിയുന്ന അനുഭവത്തിൽ അല്ലേലിയ നിനക്ക് സമാധാനം വരുവാൻ യേശുവിന് കഴിയും. പ്രൈസ്. ഇന്ന് പകൽ തിളച്ചു മറിയുന്ന വെള്ളം പോലെ ചില പ്രശ്നങ്ങൾ നടുവിൽ അകപ്പെട്ടു പോയിരിക്കുന്ന ചില കുടുംബങ്ങളോട്, ചില വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നിനക്ക് സമാധാനം തരാൻ യേശു ആഗ്രഹിക്കുന്നു. ആ പ്രശ്നങ്ങളെ ദൈവം ശാന്തമാക്കി തരും. അല്ലേലൂയ. രക്തം ചെയ്യും. വിശ്വസിക്കാൻ കഴിയുമോ? പ്രവാചകൻ ആമൻ എഴുതി തന്ന പ്രവാചകൻ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് പ്രവചിച്ച പ്രവചന ദൂതുകൾ അല്ലേലിയ വിശ്വാസത്തിൽ നിന്ന് ഏറ്റെടുത്ത് ഹൃദയം കൊണ്ട് അംഗീകരിക്കുമ്പോൾ ആ വചനം നിന്റെ ഉള്ളിൽ അത്ഭുതം നടത്തും. രക്തം ചെയ്യും. നിന്റെ കുടുംബത്തിൽ അത്ഭുതം നടത്തും. നീ കടന്നു പോകുന്ന മേഖലയിൽ ദൈവം അത്ഭുതം ചെയ്യും. നീ ഏത് പ്രതികൂലത്തിനാണോ നിൽക്കുന്നത് ആ പ്രതികൂലത്തെ നീക്കിത്തരുവാൻ ദൈവത്തിന് കഴിയും. രക്തം ചെയ്യും. ലേലിയ. അപ്പം പ്രാർത്ഥന ആവശ്യമാണ്. രക്തം ചെയ്യും. അപ്പം വീണ്ടും ദൈവത്തിന്റെ വചനം പ്രാർത്ഥനയുടെ വലിയ രഹസ്യം അല്ലേലിയ കർത്താവ് ജനങ്ങളെ നമ്മുടെ കീഴിലാക്കി തരുന്നു എന്നുള്ളതാണ്. ലേലിയ. പ്രാർത്ഥനയുടെ വലിയ അനുഭവം എന്തുവാ? നമുക്കെതിരെ നിൽക്കുന്ന ശത്രുവിനെ ദൈവം നമ്മുടെ കാൽ കീഴിലാക്കി തരും. അല്ലേലിയ. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്. അല്ലേലിയ. നീ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നിന്റെ ശത്രുവിനെ ദൈവം നിന്റെ കാൽ കീഴെ കൊണ്ടുതരും. പ്രൈസ്. അതിനെക്കുറിച്ച് സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് ഇങ്ങനെ പറഞ്ഞു. 47 സങ്കീർത്തനം അല്ലേലിയ അതിന്റെ 3 വാക്യത്തിൽ പറഞ്ഞു, അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽ കീഴിലും ആക്കുന്നുവെന്ന്. അല്ലേലിയ. അപ്പം ദൈവം മുമ്പാകെ സന്തോഷിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് ദൈവവചനം പറഞ്ഞിരുന്നത്. അത് നിനക്ക് എതിരെ നിൽക്കുന്ന അല്ലേലിയ സ്തോത്രം ജാതികളെ നിന്റെ കീഴിലും നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽ കീഴിലുമാക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലേലിയ ഈ വചനം വായിക്കുമ്പോൾ കാണുന്നത് സഭയുടെ വിജയപ്രതീക്ഷയാണ് ഈ വാക്യങ്ങൾ നിഴലിച്ചു നിൽക്കുന്നത്. സഹസ്രാബ്ദ വാഴ്ചയിൽ ദൈവജനം ലോകജാതികളെ ഭരിക്കുമെന്ന്. ഹല്ലേലൂയ. സകല ശത്രുക്കളെയും അവരുടെ കാൽ കീഴിലാക്കും. ഒരു കാലത്ത് ജാതികൾ ദൈവജനത്തെ ഭരിച്ചു. എന്നെ കേൾക്കുന്ന പ്രശ്നം, ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് ജാതികൾ നിന്റെ മേൽ അടിമത്തം അടിച്ചേൽപ്പിച്ച് നിന്നെ അടിമക്കച്ചവടം നടത്തി നിന്റെ മേൽ ആധിപത്യം നടത്തിയ ഒരു സമയമുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയിൽ ആമേൻ കൂടാനുകൂടി ദൂതന്മാരും വിശുദ്ധന്മാരുമായി വരുമ്പോൾ ഹല്ലേലൂയ ആ കൂട്ടത്തിൽ നീയും വീണ്ടെടുക്കപ്പെട്ടവനായി ഉണ്ടെങ്കിൽ, വീണ്ടെടുക്കപ്പെട്ടവർക്കേ ആ സഹസ്രാബ്ദ വാഴ്ചയിൽ വരാൻ കഴിയുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ജാതികളെ നിന്റെ കാൽ കീഴും അല്ലേലൂയ വംശങ്ങളെ അല്ലേലൂയ നിന്റെ കാൽ കീഴിലും തരും. അല്ലേലൂയ അവരെ നീ ഭരിക്കുമെന്നാ. അത് നമ്മൾ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് നാം ദൈവത്തിന് ആശ്രയിക്കണം. അല്ലേലൂയ. ഈ ഭൂമി ജീവിക്കുമ്പോൾ അല്പസ്വല്പമായ കഷ്ടങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഒക്കെ ഉണ്ട്. അല്ലേലൂയ. കഷ്ടതയിലൂടെ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയുള്ളൂ. ആമീൻ. പ്രതിസന്ധികളെ തരണം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അതിന്റെ നടുവിൽ ദൈവം നിന്നെ ഒരുക്കിയെടുക്കുന്നുള്ള വിശ്വാസം നിനക്കുണ്ടായിരിക്കണം. അല്ലേലൂയ. പ്രതികൂലം നിനക്ക് വർദ്ധിക്കുമ്പോൾ, പ്രതിസന്ധികൾ വർദ്ധിക്കുമ്പോൾ, ഭയങ്കരമായ ചീറ്റൽ മതിലിനെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്ന അനുഭവത്തിലേക്ക് നീ എത്തിച്ചേരുമ്പോൾ, കൊടുങ്കാറ്റ് പോലെ നിന്റെ വിഷയങ്ങൾ ആമെ പൊങ്ങി വരുമ്പോൾ, തിരമാലകൾ അടിച്ചുയരുന്നത് പോലെ നിനക്കെതിരെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, അവിടെ നീ തകരുവാനല്ല ദൈവം നിന്നെ ഒരുക്കുന്നത്, അവിടെ ദൈവം നിന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.
നിന്നെ ദൈവം ഒരുക്കിയെടുത്ത് മാനിച്ചുകൊണ്ടിരിക്കുക. അവിടെ എന്നെ കേൾക്കുന്ന പരിശ്രമാവി, നീ തളരരുത്. ഹല്ലേലൂയ. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനിങ് ഉണ്ട്. ഹല്ലേലൂയ. അതതിന്റെ സമയങ്ങളിൽ ദൈവം നടത്തി തരും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്തോത്രം. ഈ വചനം ഹല്ലേലൂയ വീണ്ടും വീണ്ടും നിങ്ങൾ ചിന്തിക്കണം. സങ്കീർത്തനം 47:3 നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ട വചനമാ. ഹല്ലേലൂയ. അവൻ അവൻ നമുക്ക് ഹല്ലേലൂയ, അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കീഴിലും തരുന്നു എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ചെറിയ കഷ്ടങ്ങളൊക്കെ കാണാം, ഇന്ന് ചെറിയ നൊമ്പരങ്ങളൊക്കെ കാണാം, ഇന്ന് ചെറിയ വേദനകളൊക്കെ കാണാം. അതെല്ലാം നീങ്ങിപ്പോകുന്നൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഹല്ലേലൂയ. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ലെന്ന്. ഹല്ലേലൂയ. നമ്മൾ സങ്കീർത്തനം 55:22 വായിക്കുന്ന കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നൊരു വചനമാണ്. അതിന്റെ ചരിത്ര പശ്ചാത്തലത്തേക്കൊന്നും പോകുന്നില്ല. എന്തായിരുന്നാലും നിന്റെ ഭാരം നീ കർത്താവിനെ ഏൽപ്പിക്കേ. ഹല്ലേലൂയ. നിന്റെ ഭാരം ഏറ്റെടുക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. നീ നീതിമാനായി ജീവിക്കുകയാണെങ്കിൽ, നിന്റെ ഉള്ളിൽ നീതിയാണുള്ളെങ്കിൽ, നീ നീതിയോടെ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആമേൻ, നീ കുലുങ്ങിപ്പോകുവാൻ ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ല. സാത്താന്യ ശക്തികൾ മനുഷ്യരൂപത്തിൽ നിനക്ക് നേരെ എഴുന്നേറ്റ് വരുമ്പോൾ, നിനക്ക് നേരെ ആക്രോശത്തോടെ കടന്നു വരുമ്പോൾ, നിന്നെ തകർക്കുവാൻ നിനക്ക് നേരെ വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ, പഴുതുകളെല്ലാം അടച്ച് നിന്റെ നിയമക്കുരുക്കിൽ താമൻ ഒതുക്കുവാൻ ശ്രമിക്കുമ്പോൾ നീ തളർന്നു പോകണ്ട. അവിടെയാണ് ദൈവം നീ ആമേ എളിവനൊരു ദുർഗവും ദരിദ്രന് അവന്റെ കഷ്ടത്തിനു കോട്ടയും കൊടുങ്കാറ്റിനു ശരണമായി, ഹല്ലേലൂയ, ഉഷ്ണത്തിൽ ഒരു തണലുമായി നിനക്ക് വേണ്ടി വെളിപ്പെടുന്നത്. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ചില വ്യവഹാരത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ചില വ്യവഹാര സംബന്ധം, കോടതി സംബന്ധമായ വിഷയങ്ങളിലൂടെയൊക്കെ കടന്നുപോയി മനസ്സ് മടുത്ത് ഭാരപ്പെടുന്ന ചില ജീവിതങ്ങളുണ്ട്. അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, സാഹചര്യങ്ങൾ നിനക്ക് പ്രതികൂലമായിരിക്കാം, വാദങ്ങളെല്ലാം നിനക്ക് പ്രതികൂലമായിരിക്കാം, പക്ഷേ നിനക്ക് വേണ്ടി വാദിക്കാൻ ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി വാദിക്കാൻ ഒരു ദൈവം ഉള്ളതുകൊണ്ട് നീ തകരാൻ ദൈവം അനുവദിക്കത്തില്ല. അതൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പരിശ്രോതാവി, നമുക്ക് വേണ്ടി വാദിക്കാൻ ഒരു ദൈവമുണ്ടെന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ. എന്റെ കഴിഞ്ഞകാല ജീവിതങ്ങളിലൊക്കെ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ, എല്ലാ മേഖലയും എനിക്ക് പ്രതികൂലമായി മാറിയപ്പോൾ, സകലരും കൈവിട്ടു പോയ സന്ദർഭങ്ങളുണ്ട്. അവിടെ മാനസികമായി തകരുന്ന സാഹചര്യങ്ങളിൽ എനിക്ക് വേണ്ടി വാദിക്കുവാൻ എൻ്റെ കർത്താവ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പകൽ ഈ ദൈവത്തിനൊക്കെ ശുശ്രൂഷിക്കുന്നത്. രക്തം ചെയ്യും. അപ്പം കർത്താവ് നമുക്കൊരു ദുർഗമായിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പം കർത്താവ് ജനങ്ങളെ നമ്മുടെ കാൽ കീഴിലാക്കിയില്ലെങ്കിൽ ലഹളകളും കുഴപ്പങ്ങളും നേരിട്ട് കൊണ്ട് തന്നെ ഇരിക്കും. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ ജാതികളെ, ജനങ്ങളെ നമ്മുടെ കാൽ കീഴിലാക്കിയില്ലെങ്കിൽ ലഹളകളും കുഴപ്പങ്ങളും നേരിട്ടുകൊണ്ടിരിക്കും. പ്രാർത്ഥനയിലൂടെ മനുഷ്യാത്മാക്കളുടെ മേൽ ആമേൻ ജീവിതം നീ ഭരിക്കണം. പ്രാർത്ഥനയിലൂടെ നിനക്ക് ലഹളകളും പ്രശ്നം ഉണ്ടാകുമ്പോൾ നീ മുഴങ്കാലും അടക്കിയിരുന്ന് പ്രാർത്ഥിച്ച് ആദ്യമേ ജയം പ്രാപിക്കണം. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം മനുഷ്യന്റെ ദുഷ്ട സ്വഭാവങ്ങളുടെ മേൽ ജയം പ്രാപിക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന് എന്താ ഉള്ളത്? ദുഷ്ട സ്വഭാവമുള്ളത്. ഹല്ലേലൂയ. നിന്നോട് കൂടെ നടക്കുന്നവർ, നിന്റെ തോളിൽ കൈയിട്ട് നടന്നവർ, നിന്റെ മേശയിൽ നിന്നോടൊപ്പം ഇരുന്ന് ഒന്നിച്ച് ഊണ് കഴിച്ചവർ, നിന്റെ കിടക്കയിൽ നിന്നോടൊപ്പം കിടന്നുറങ്ങിയവർ, നിന്നോട് നടന്നവർ, നിന്നോട് കൂടെ സഞ്ചരിച്ചവരൊക്കെ നിനക്കെതിരായി മാറും. പ്രൈസ് ദി ലോർഡ്. നിന്നെ പുകഴ്ത്തി പറഞ്ഞവരൊക്കെ നിന്നെ തള്ളി പറയുന്ന സമയം വരും. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അവിടെ നീ തകരണ്ട. ഹല്ലേലൂയ. കർത്താവ് നിനക്ക് ആശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനത് പറയുമ്പോൾ ഞാൻ വീണ്ടും എൻ്റെ അനുഭവം, എനിക്ക് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ അനുഭവമുണ്ട്. എന്നെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞവരുണ്ട്, ഒരുപാട് സ്നേഹിച്ചവരുണ്ട്, ഒരുപാട് ചേർത്ത് പിടിച്ചവരുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ എന്നെ തള്ളി പറഞ്ഞ അനുഭവമുണ്ട്. എന്നെ അകറ്റി നിർത്തിയ സന്ദർഭങ്ങളുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അവിടേക്ക് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ലോകം എന്നെ തള്ളിക്കളയുമ്പോഴും ജനങ്ങൾ എന്നെ തള്ളിക്കളയുമ്പോഴും ഈ ജനം എനിക്ക് നേരെ ദുഷ്ടാത്മശക്തിയാൽ എഴുന്നേറ്റ് വരുമ്പോഴും എന്നെ ചേർത്ത് പിടിക്കുവാൻ ഞങ്ങളുടെ കരമുള്ളത് കൊണ്ട് ഞാൻ തകരുകയില്ലെന്ന്
എന്റെ കർത്താവിനോട് പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ആശ്വാസമായി മാറിയിട്ടുണ്ട്. ലേരിയ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ കർത്താവിന്റെ അവകാശമാ. ലേരിയ സ്തോത്രം. നിങ്ങൾ ആദ്യം ചിന്തിക്കും, നിങ്ങൾ കർത്താവിന്റെ അവകാശമാണ്. നിങ്ങളെ തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളെ കർത്താവ് തന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്നു. ലേരിയ സ്തോത്രം. നിങ്ങൾ കർത്താവിന്റെ അവകാശമാണ്. അവകാശമായ നിങ്ങൾ കർത്താവിനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലേരിയ കർത്താവ് നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വരും. രക്തം ചെയ്യും. അവന്റെ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ കേൾക്കുവാൻ കഴിയും. രക്തം ചെയ്യും. യേശു നിന്റെ അരികിൽ കടന്നു വന്നിട്ട് പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ള ആശ്വാസ വാക്കുകൾ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി ദൈവം നിനക്ക് നൽകി തരുമ്പോൾ ഹല്ലേലൂയ, നീ തകർന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവം നിന്നെ മാനിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ഉണ്ടാവും. അതിനൊക്കെ പറഞ്ഞ് എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് രക്തം ചെയ്യും. പ്രൈസ് ദി വീണ്ടും ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ മനുഷ്യൻ നിങ്ങൾക്ക് നേരെ കടന്നു വരുമ്പോൾ നിങ്ങൾ അതിന്മേൽ അല്ലെങ്കിൽ ജയം പ്രാപിക്കണം. മനുഷ്യന്റെ ദുഷ്ട സ്വഭാവങ്ങളുടെ മേൽ നിങ്ങൾ ജയം പ്രാപിക്കണം. അല്ലയ മനുഷ്യന്റെ കോപങ്ങൾ, വെറുപ്പുകൾ, ഇച്ഛകൾ, കാമവികാരങ്ങൾ നിങ്ങളെ തൊടാത്ത വിധം നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസോ മനുഷ്യന്റെ ഉള്ളിൽ ഒരുപാട് ദുഷ്ട സ്വഭാവങ്ങളുണ്ട്. അല്ലേ അത് നിന്നെ തൊടാത്ത വിധത്തിൽ നിനക്ക് ചുറ്റും ദൈവിക ദൂതന്മാരെ കൊണ്ട് നിറയത്തക്ക നിലയിൽ നീ ദൈവസനി മുഴങ്ങാലും മടക്കിയത് പ്രാർത്ഥിക്കണം. പ്രൈസോ അല്ലേലിയ. ചിലര് ഈ ചിലര് ആ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളൊക്കെ വരുമ്പോ, അനുകൂലമായ സന്തോഷമെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾക്ക് വരുമ്പോ അതിനങ്ങ് വഴങ്ങിക്കൊടുക്കുന്നവരുണ്ട്. അല്ലേലിയ. അശുദ്ധിയുടെ ജീവിതത്തിന്, അശ്ലീലമായ ചിന്തകളൊക്കെ പലപ്പോഴും നിങ്ങളെ വേട്ടയാടുമ്പോൾ അല്ലേലിയ അതിന് വഴങ്ങിക്കൊടുക്കുന്നവരുണ്ട്. അവിടെ നീ തകർന്നുകൊണ്ടിരിക്കുക. രക്തം ചെയ്യും. എന്നാൽ മനുഷ്യന്റെ കോപങ്ങളും വെറുപ്പുകളും ഇച്ഛകളും കാമവികാരങ്ങളും നിങ്ങളെ തൊടാത്ത വിധത്തിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ഈ ലോകത്തിൽ ഒരശുദ്ധി നിന്നെ തൊടാത്ത വിധത്തിൽ നീ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. മനുഷ്യന്റെ വാക്കുകളുടെ മുമ്പിൽ നീ പതറിപ്പോകരുത്. അല്ലേരിയ. മനുഷ്യന്റെ പ്രവർത്തിക്ക് മുമ്പിൽ പതറിപ്പോകരുത്. അല്ലേരിയ. നിന്നെ സൃഷ്ടിച്ചവനെ യഹോവയായ ദൈവമാണ്. അല്ലേരിയ. നിന്നെ സൃഷ്ടിച്ചവൻ യഹോവയായ ദൈവമാണ്. നിന്നെ നിർമ്മിച്ചവൻ, നിന്നെ ഉണ്ടാക്കിയവൻ യഹോവയായ ദൈവമാണ്. പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ നിന്നെ വീണ്ടെടുത്തവൻ, അല്ലേരിയ, നിനക്ക് രക്ഷ തന്നവൻ യേശു കർത്താവാണ്. അല്ലേരിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ പിതാവേ, നീ ഒരിക്കലും തളരുകയില്ല. രക്തം ചെയ്യാം. വിശ്വാസത്തോടെ നിനക്ക് നേരെ കടന്നു വരുന്ന ദുഷ്ടാത്മസേനയ്ക്ക് നേരെ മുഴങ്കാലം അടക്കി നീ പ്രാർത്ഥിക്കുമ്പോൾ അല്ലേലൂയ, നിന്റെ സകല മാനസികമായ പ്രശ്നങ്ങളെ ദൈവം നീക്കിത്തരും. അല്ലേലൂയ. മനുഷ്യൻ നല്ലൊരു ശതമാനം ആളുകളും വിവിധ മാനസികമായ പ്രശ്നങ്ങൾക്ക് വിധേയപ്പെട്ട് മനം കലകിയിരിക്കുന്നവരാ. അല്ലേലൂയ. രക്തം ചെയ്യും. അവിടെ നീ കർത്താവിൽ ആശ്രയിക്കണം. രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ടല്ലേ, ഒരിക്കൽ അല്ലെങ്കിൽ ശലോമോൻ കൊച്ചു പ്രായത്തിൽ തന്നെ രാജാവായി അനുഭവമില്ലാത്ത ഒരു ചെറിയ കുട്ടിയായി, ഒരു ചെറിയ ബാലനായിരുന്നപ്പോൾ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇസ്രായേലിൽ അനുഭവമുള്ള ബലവാന്മാരുടെ നടുവിൽ ദൈവം അവനെ ഹല്ലേലൂയ ശക്തനായി ദൈവം ഉപയോഗിച്ചു. രാജ്യഭാരം ദൈവം ശലോമോന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ശലോമോൻ ഒരു ബാലന് ഈ വലിയ ജനത്തെ, പുരുഷാരത്തെ നയിക്കുവാൻ എനിക്ക് പ്രാപ്തിയില്ലെന്ന് ദൈവത്തോട് പറഞ്ഞപ്പോൾ അല്ലേലിയ കർത്താവ് ശലോമോനെ ജ്ഞാനാത്മാവിൽ നിറച്ചു. അല്ലേലിയ സ്തോത്രം. അപ്പൊ ജ്ഞാനാത്മാവിൽ നിറച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന ബലവാന്മാരെക്കാൾ, സേനാധിപന്മാരെക്കാൾ, അവിടെ ഉണ്ടായിരുന്ന മന്ത്രിമാരെക്കാൾ ഉന്നതനായി ഹല്ലേലൂയ ശലോമോൻ തന്റെ ശുശ്രൂഷ ചെയ്തു. എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ ആശ്രയിക്കാതെ കർത്താവിനെ നോക്കി ശക്തമായി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് സകല ജനങ്ങളെയും ശലോമോന് കീഴിലാക്കി. ഹല്ലേലൂയ. കർത്താവ് സകല ജനത്തെ ശലോമോന് കീഴിലാക്കി. അത് നീ മനുഷ്യനെ നോക്കരുത്. നീ മനുഷ്യനെ നോക്കാതെ നീ കർത്താവിനെ നോക്കുക, യേശുവിനെ നോക്കുക.
വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായിരിക്കുന്ന യേശുവിനെ നീ ശ്രദ്ധിച്ചു നോക്കി ജീവിതത്തിലേക്ക് പോകുമ്പോൾ, നിന്റെ ജീവിതം തുടങ്ങുമ്പോൾ നിനക്ക് നേരെ എഴുന്നേറ്റ് വരുന്ന ശത്രുവിനെ നിന്റെ കീഴിലും ആമീൻ തലയെ നിന്റെ കീഴിലും ആക്കി തരും. രക്തം ചെയ്യും. പ്രൈസോ, നീ തളരരുത്. എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, തളരുവാൻ പാടില്ല, ക്ഷീണിക്കുവാൻ പാടില്ല. അല്ലെങ്കിൽ ദൈവം നിനക്ക് അനുകൂലമാണ്. വചനപ്ര ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാരെന്നൊക്കെ പൗലോസ് റോമലേഖനത്തിൽ നമ്മോട് പറയുന്ന സന്ദേശമുണ്ട്. ഹല്ലേലൂയ. എല്ലാ ഭാഗത്തും നിനക്കെതിരെ കടന്നു വരും. എല്ലാ ഭാഗത്തും നിനക്കെതിരെ കടന്നു വരും. ഹല്ലേലൂയ. എല്ലാവരും നിന്റെ മുഖത്ത് നോക്കി നിന്നെ കുറ്റപ്പെടുത്തും. നീ ചെയ്യാത്ത കാര്യം പോലും, നീ പറയാത്ത കാര്യം പോലും നീ പറഞ്ഞു എന്ന് ചെയ്തു എന്ന് പറഞ്ഞ് നിന്റെ മേൽ ആക്ഷേപം കൊണ്ടുവരും. സമൂഹത്തിൽ നിന്നെ അപമാനപ്പെടുത്താൻ ശ്രമിക്കും. സമൂഹത്തിനെ അപഹേളിക്കാൻ നോക്കും. ഹല്ലേലൂയ. നിനക്കുണ്ടായിരുന്ന സ്ഥാനമാനങ്ങൾ തെറിപ്പിച്ച് കളയാൻ നോക്കും. ഹല്ലേലൂയ. അവിടെയൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അവിടെയാണ് ഭയങ്കരന്മാരുടെ ചീറ്റിൽ മതിലിന് നേരെ കൊടുങ്കാറ്റ് കൂടി അടിക്കുമ്പോൾ നീ എളിയവന് ഒരു ദുർഗവും, ദരിദ്രന് അവന്റെ കഷ്ടത്തിനൊരു കോട്ടയും, കൊടുങ്കാറ്റിനൊരു ശരണവും, ഉഷ്ണത്തിനൊരു തണലുമായി ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടും. ചെയ്യും. വിശ്വസിക്കുന്നില്ല കരങ്ങളെ തട്ടിയ ദൈവത്തെ സ്തുതിച്ച് ആ കർത്താവിന്റെ സ്നേഹത്തിന്റെ കീഴിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ട്. പ്രൈസോ. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവ്, എത്ര കാലമായി നിങ്ങൾ കണ്ണുനീരൊഴുക്കാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി നീ കരയുവാൻ തുടങ്ങിയിട്ട്. ഹല്ലേലൂയ. നിന്റെ വിതുമ്പലുകൾ, നിന്റെ തേങ്ങലുകൾ മുഴുവൻ കാണുന്നവൻ യേശുവാ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറാൻ വേണ്ടി നീ എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു. സഹോദരൻ, നിന്റെ ഭാര്യയുടെ വഴിപെട്ട ജീവിതം, ലഹരിക്കടിമയായി കഴിഞ്ഞു പോകുന്ന നിന്റെ മക്കളുടെ ജീവിതത്തിൽ നീ വിടുതൽ പ്രാപിക്കാൻ വേണ്ടി എത്ര കാലമായി നീ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നിന്റെ മുഖത്ത് നോക്കി നീ ആക്ഷേപിക്കുമ്പോൾ, കുറ്റം പറയുമ്പോൾ അവിടെ നീ തകരണ്ട. നീ കർത്താവിന്റെ സന്നിധിയിൽ ഉറച്ചു നിന്നാൽ ആമേ ശലോമോന്റെ കാൽ കീഴിൽ ജാതികളെ അവകാശമായി കൊടുത്തതുപോലെ ദൈവം നിനക്കെല്ലാം അനുകൂലമായി തരും. രക്തം ചെയ്യും. എല്ലാം ദൈവം നിനക്ക് അനുകൂലമായി തരും. ദൈവം നമ്മെ ഒരിക്കലും കൈവിട്ട് കളയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് ചിന്തിക്കുന്നു. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ദൈവം നിന്നെ മാനിക്കും. ഹന്നയുടെ പ്രാർത്ഥന നമുക്ക് വളരെ ശ്രദ്ധേയമാണ്. ഹല്ലേലൂയ. ഹന്നയ്ക്ക് ദൈവം ഹല്ലേലൂയ ഒരു മകനെ കൊടുത്തപ്പോൾ അവൾ ദൈവത്തിന് നല്ലൊരു സ്തുതിഗീതം പ്രവചനാത്മാവിൽ പാടി. അതാണ് 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം എന്ന് പറയുന്നത്. അനന്തരം ഹന്ന പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു, എന്റെ വായ് ശത്രുക്കളെ നേരെ വിശാലമാകുന്നു, നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് ഹന്ന അങ്ങോട്ടൊരു പ്രവചന ഗീതം അങ്ങോട്ട് തുടങ്ങിയിട്ട് 2-ാം അധ്യായം അല്ലെങ്കിൽ അതിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. ഹല്ലേലൂയ. പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ യഹോവയ്ക്കുള്ളവ ഭൂമണ്ഡലത്തെ അവയുടെ മേൽ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ ശലോമോനുള്ള ബന്ധത്തിലും, ഹല്ലേലൂയ, ദാവീദിനോടുള്ള ബന്ധത്തിലും ശമൂവേലിനോടുള്ള ബന്ധത്തിലും ഒക്കെ ഈ വചനം എത്ര നാം എല്ലാ പ്രയോജനമായി, എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ്. അപ്പൊ ഹന്നയുടെ പ്രവചനികമായ പ്രാർത്ഥനാ ഗാനം യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയയുടെ ഉജ്ജ്വലമായ പ്രാർത്ഥനാ ഗാനവുമായി താരതമ്യം ചെയ്ത് പഠിക്കുമ്പോഴും ഹല്ലേലൂയ ഹന്നയുടെ ഗാനത്തിന്റെ പ്രതിധ്വനി മറിയയുടെ ഗാനത്തിലും മുഴങ്ങി കേൾക്കാം എന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. അത് എന്നെ കേൾക്കുന്നതിന് അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ഹല്ലേലൂയ അഗതിയെ കുപ്പയിൽ ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടി ഇരുത്തുന്ന ദൈവമാണ്. നിന്റെ തകർന്ന അനുഭവത്തിന്റെ നടുവിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ. ദൈവം നിന്നെ മാനിക്കും. കേട്ടോ, സ്തോത്രം. ഹല്ലേലൂയ. നീ തകരരുത്. അതുകൊണ്ടാണ് ഹല്ലേലൂയ 113-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അതിന്റെ ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 7-ലും പറയുന്നു, അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ ഉയർത്തുകയും ചെയ്യുമെന്ന് സങ്കീർത്തനക്കാരനും ഈ വചനം എടുത്തു പറഞ്ഞത്. രക്തം ചെയ്യും. നിനക്ക് അനുകൂലമായ സാഹചര്യമാണ് അല്ലെങ്കിൽ ദൈവം തരാൻ പോകുന്നത്. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ നിനക്ക് അനുകൂലമായ സാഹചര്യം ദൈവം തരാൻ പോവുകയാണ്. നിന്റെ പ്രാർത്ഥന വിഷയത്തിൽ നീ മറുപടി നൽകാൻ പോവുകയാണ്. നീ കണ്ണുനീരൊഴുക്കിയ സകല വിഷയത്തിൽ നീ മറുപടി നൽകും.
നിനക്ക് നഷ്ടപ്പെട്ട നന്മകളെ ദൈവം മടക്കി തരാൻ പോവുകയാണ്. നിന്റെ സകല വ്യാധികളെ ദൈവം നീക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ സകല തിന്മയിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ച് നന്മയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്നലകളിൽ ലോകം നിന്നെ നോക്കി പഴിച്ചു പറഞ്ഞ, ലോകം നിന്നെ നോക്കി നിന്ദിച്ചു പറഞ്ഞ സ്ഥാനത്ത് അവരെ കൊണ്ട് തന്നെ ദൈവം നിനക്ക് അനുകൂലമായി സംസാരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതെ, നീ മുഴങ്ങാലും അടക്കി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം നിന്നോട് കൂടെ ഇരുന്ന ശത്രുക്കളെ നിന്റെ കാൽ കീഴിലാക്കി തരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. നീ കരഞ്ഞിട്ടുള്ള ഒരു കണ്ണുനീരും ദൈവം കാണാതിരുന്നിട്ടില്ല. നിന്റെ ഒരു കണ്ണുനീർത്തുള്ളി പോലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നീ എപ്പോഴെല്ലാം വിതുമ്പി കരഞ്ഞിട്ടുണ്ടോ, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ദൈവത്തിന് നീ വേദനപ്പെട്ടിരുന്ന ആ സമയങ്ങളൊക്കെ നിന്റെ കണ്ണിലൂടെ ധാരധാരയായി ഒഴുകി വന്ന കണ്ണുനീർ മുഴുവൻ അവന്റെ തുരുത്തിയിലുണ്ട്. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ തളരണ്ട. നിന്നെ മാനിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നെ ഉയർത്തോ ദൈവം ആഗ്രഹിക്കുക. യേശുവിന്റെ സ്നേഹം അത്ര വലുതാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, യേശുക്രിസ്തുവിന്റെ സ്നേഹം അത്ര വലിയ സ്നേഹമാണ്. യേശുവിന്റെ സ്നേഹത്തോളം വലിയ സ്നേഹം ഈ ലോകത്തിൽ ആർക്കും തരാൻ കഴിയത്തില്ല. നിന്റെ മാതാവിന്റെ, നിന്റെ പിതാവിന്റെ, നിന്റെ സഹോദരങ്ങളുടെ, ബന്ധുമിത്രാദികളുടെ, കൂട്ടുകാരുടെ, നിന്റെ സുഹൃത്തുക്കളുടെ, നീ ചങ്കാണെന്ന് പറയുന്നവരുടെ സ്നേഹത്തിലെല്ലാം പരിമിതികളുണ്ട്. ഒരു പിടി മണ്ണുകൊണ്ട് അവസാനിക്കുന്നതാണ് ഭൂമിയിലെ സ്നേഹം എന്ന് പറയുന്നത്. അവസാനം അവർ കുഴിമാടത്തിന്റെ അരികിൽ വരെ വന്ന് ഒരു പിടി മണ്ണ് വായിട്ട് കഴിയുമ്പോൾ ആ സ്നേഹം അവിടെ വെച്ച് നിലയ്ക്കും. എന്നാൽ യേശുവിന്റെ സ്നേഹം കുഴിമാടം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഒരു പിടി മണ്ണ് വലിയിടുമ്പോൾ അവസാനിക്കുന്നതല്ല. യേശുവിന്റെ സ്നേഹം നിലനിൽക്കുന്നതാണ്. അത് നിത്യമായ സ്നേഹമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആരിതിനെ വെറുത്താലും, ആരിതിനെ തള്ളിയാലും, ആരിതിനെ ഉപേക്ഷിച്ചാലും നിന്റെ സ്നേഹത്തോടെ ചീർത്ത് പിടിക്കുന്ന യേശുവിന്റെ സ്നേഹം നിന്റെ കഷ്ടതയിൽ നിന്നെ ഉയർത്താൻ പോവുകയാണ്. വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് പകൽ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന ശക്തമായ ദൂതുകൾ ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാണെന്നുള്ളതാണ്. ഹല്ലേലൂയ. നീ ഒരിക്കലും നിന്റെ ജീവിതത്തെ തകർത്ത് കളയുവാൻ ഒരുങ്ങരുത്. അത് നീ ഒരിക്കലും ചെയ്യരുത്. അത് പാപമാണ്. അതിന്റെ പരിണിത ഫലം നിത്യമായ നരകമാണ്. എന്നാൽ നിന്റെ വിഷയങ്ങളെ നീ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ വിഷയത്തിന് പരിഹാരം നൽകിയിട്ട് ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യമായ രാജ്യത്തിൽ ആമേൻ നിനക്ക് എത്തിച്ചേരാൻ കഴിയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, ദാനിയേലിന്റെ ജീവിത ചരിത്രം നിങ്ങൾ നോക്കണം. അവൻ പ്രവാസിയായി ബാബേലിലേക്ക് പോയി. ബാബേലിൽ അരമനയിൽ വെച്ച് ബാബിലൂടെ ജ്ഞാനം അവനിലേക്ക് പ്രവേശിച്ചു. എന്നാൽ അത് സാത്താന്റെ ജ്ഞാനമാകുന്നു. ദാനിയേൽ അടക്കമുള്ള ഇബ്രായ ബാലന്മാരെ ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്തു? ബാബേലിലേക്ക് അടിമകളായി കൊണ്ടുപോയി. ബാബേലിലെ അരമനയിൽ അവൻ പാർക്കുമ്പോൾ എന്ത് ചെയ്തു? അവനിലേക്ക് ബാബേലിന്റെ ജ്ഞാനം കടന്നു വന്നു. ബാബേലിന്റെ ജ്ഞാനമെന്ന് പറയുന്നത് സാത്താന്റെ ജ്ഞാനമാകുന്നു. എന്നാൽ അവർ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് എന്ത് ചെയ്തു? ദാനിയേലും ശദ്രക്കും മേശക്കും അബേദ്നെഗോവും എന്ന് പറയുന്ന എബ്രായ ബാലന്മാർ അവർ ബാബേലിൽ വെച്ച് ദൈവത്തെ നോക്കി പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? ദൈവം ബാബേലിലുള്ള സകല ജ്ഞാനികളെക്കാളും 10 ഇരട്ടി വിശിഷ്ട ജ്ഞാനം ദൈവം ദാനിയേലിന് കൊടുത്തു. ഹല്ലേലൂയ. അപ്പം അവർ ദൈവത്തെ നോക്കി പ്രാർത്ഥിച്ചതാണ്. ദാനിയേൽ ദൈവത്തെ നോക്കി പ്രാർത്ഥിച്ചപ്പോൾ ബാബേലിലുള്ള സകല ജ്ഞാനികളെക്കാൾ, മന്ത്രവാദികളെക്കാൾ, അവിടെയുള്ള സകല സകല ഉന്നതന്മാരെക്കാൾ മഹത്വമേറിയ 10 ഇരട്ടി ജ്ഞാനം യഹോവയായ ദൈവം ദാനിയേലിന് കൊടുത്തു. അത് എന്നെ കേൾക്കുന്ന സ്നേഹിത, ലോകത്തിൽ വെച്ച് സകല ഉന്നതന്മാരിൽ വെച്ച് അതിശ്രേഷ്ഠമായ രീതിയിൽ ദൈവം നിന്നെ മാനിക്കുവാൻ ആഗ്രഹിക്കുക. ദൈവികമായ ജ്ഞാനം നിന്നിൽ പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ജ്ഞാനത്തോടെ നിന്നെ വളർത്തുവാൻ ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് സദൃശവാക്യം 1:7 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ഹല്ലേലൂയ. അതെ, സ്തോത്രം. ശലോമിൽ ജ്ഞാനം കൊണ്ട് നിറച്ചൊരു ദൈവമുണ്ട്. ദാനിയേലിലെ ജ്ഞാനം കൊണ്ട് നിറച്ചൊരു ദൈവമുണ്ട്. പഴയ നിയമത്തിൽ നോക്കുമ്പോൾ യോസേഫിന്റെ ജ്ഞാനാത്മാവ് നിറച്ചൊരു ദൈവമുണ്ട്. ആ ദൈവം നിന്റെയും ജ്ഞാനത്തിന്റെ ആത്മാവ് നിറച്ചുകൊണ്ട് ഹല്ലേലൂയ പ്രതികൂലത്തെ അതിജീവിക്കുവാനുള്ള ഒരു അഭിഷേകം ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുക. വിശ്വസിക്കുന്നതിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. പ്രതികൂലങ്ങളെ കണ്ട് നീ തകരണ്ട, കൊടുങ്കാറ്റിനെ കണ്ട് നീ തകരണ്ട, അഗ്നിയെ കണ്ട് നീ തകരണ്ട.
മെലരിയ ഭയങ്കരമായിട്ട് ചുറ്റും മതിലിൽ കൊടുങ്കാറ്റ് പോലെ ആചരിക്കുമ്പോൾ നീ തകർന്നു പോകണ്ട, ആശ്വാസമായി യേശു നിന്റെ അരികിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ബാബേൽ രാജാവ് ഭയങ്കരമായ കോപിഷ്ഠനായിരുന്നിട്ട് പോലും, അല്ലെങ്കിൽ ബാബേൽ രാജാവ് ഭയങ്കര കോപിഷ്ഠനായിരുന്നിട്ട് പോലും ദാനിയേൽ തന്റെ സ്നേഹിതന്മാരുമൊത്ത് രാത്രി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് രാജാവിന്റെ സ്വപ്നത്തെയും അവന്റെ വ്യാഖ്യാനത്തെയും കുറിച്ച് ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ രാജാവിന്റെ കോപം തീർന്ന് ദാനിയേലോട് ദയ കാണിച്ചു. ലേരിയ ബാബേൽ രാജാവ് ഭയങ്കര കോപിഷ്ഠനായിരുന്നു. ലേരിയോ ആ കോപിഷ്ഠനായിരുന്ന ബാബേൽ രാജാവ് കണ്ട സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ ബാബേൽ ഒരു മന്ത്രവാദികൾക്കും ഒരു ജ്ഞാനികൾക്കും കഴിഞ്ഞില്ല. എന്നാൽ ബാബേൽ രാജാവ് ഭയങ്കര കോപിഷ്ഠനായിരുന്നപ്പോഴും ദാനിയേലടക്കമുള്ള എബ്രായ ബാലന്മാർ ദൈവസനിൽ മുഴങ്കാലുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? കോപിഷ്ഠനായ രാജാവ് കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ ദാനിയേലിന്മേൽ ദൈവം ജ്ഞാനത്തെ പകർന്നു. അല്ലെങ്കിൽ രാജാവിന്റെ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ആമീൻ, സ്തോത്രം. ആമീൻ, രാജാവ് ദാനിയേലിനോട് ദയ കാണിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഓർത്തു വയ്ക്കി, അനുകൂലമായ സാഹചര്യം. പ്രൈസ് ദി ലോർഡ്. അത് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിനക്ക് അനുകൂലമായ സാഹചര്യം ദൈവം തരാൻ പോവുക. ആമീൻ. ബാബേൽ രാജാവ് കോപിച്ചതുപോലെ ഈ ലോകത്തിന്റെ ശക്തികൾ, ഈ ലോകത്തിന്റെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവർ നിനക്ക് നേരെ കോപിഷ്ഠനായി മാറുമ്പോൾ, നീ ഓഫീസിൽ കടന്നു ചെല്ലുമ്പോൾ അവർ നിനക്കെതിരെ കോപത്തോടെ ഇടപെടുമ്പോൾ, നീ ഒരു ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ അവർ നിനക്കെതിരെ കോപത്തോടെ എഴുന്നേൽക്കുമ്പോൾ, നീ കടന്നു പോകുന്ന മേഖലയിൽ അവർ കോപിഷ്ഠരായി നിനക്ക് നേരെ എഴുന്നേൽക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടെ നീ ദാനിയേലിനെ പോലെ പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യും? ഹല്ലേലൂയ, ആമേൻ, ദൈവം നിന്നെ അവിടെ മാനിക്കും. അല്ലെ കോപിഷ്ഠന്മാരെ, ആമേലൂയ, നിന്റെ മുമ്പിൽ ആമേൻ അവരുടെ കോപത്തെ നീക്കി അവർ നിന്നോട് ദയ കാണിക്കത്തക്ക നിലയിൽ ദൈവം അവരോട് ഇടപെടും. നീ പ്രാർത്ഥിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഈ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഓഫീസുകൾ കയറി ഇറങ്ങാറുണ്ടല്ലോ. ഹല്ലേലൂയ, ഓഫീസുകൾ കയറി ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് എത്ര വലിയ ഹല്ലേലൂയ നിന്ദകൾ നിങ്ങൾ ഏറ്റിട്ടുണ്ട്. നിങ്ങളെ ആട്ടി ഇറങ്ങി വിട്ടിട്ടില്ലേ? ചില ഓഫീസിൽ ചെല്ലുമ്പോൾ ഇറങ്ങിപ്പോടാ ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ ഇച്ചിരി ആമേൻ ഡോക്ടർമാരെ നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ യാതൊരു ദയയില്ലാതെ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹല്ലേലൂയ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ കടന്നു പോകും. അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, അവർക്കെതിരെ നിങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കണ്ട. ബാബേലിലെ കോപിഷ്ഠനായ രാജാവിന് എതിരായിട്ട് ആമേൻ ദാനിയേൽ നിന്നില്ല. ദാനിയേൽ ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇത് രാജാവിനോട് ദൈവം ഇടപെട്ട് അവന്റെ കോപത്തെ നീക്കിക്കളഞ്ഞ് ദാനിയേൽ അനുകൂലമായ സാഹചര്യം കൊടുത്തു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ആരെങ്കിലും നിനക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ നീ അവർക്കെതിരെ നീ നിൽക്കണ്ട. നീ വിശ്വസിക്കുന്ന, നീ ആദരിക്കുന്നതിനെ വീണ്ടെടുത്ത യേശുവിനെ നോക്കി നീ പ്രാർത്ഥിച്ചാൽ മതി. അവർ നിനക്ക് അനുകൂലമായി വരും. അവരെ നിന്റെ കാൽ കീഴിലാക്കി തരും ദൈവം. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കാൻ കഴിയുന്ന സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വരുമ്പോൾ മനുഷ്യന്റെ മേലും മൃഗങ്ങളുടെ മേലും കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ശക്തമായി പ്രാർത്ഥിക്കണം. മനുഷ്യന്റെ മേലും മൃഗങ്ങളുടെ മേലും ഹല്ലേലൂയ കർത്താവ് നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട്. ആ അധികാരത്തിൽ ശക്തമായി ആമേൻ നോക്കി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥന പ്രശ്നങ്ങളെ നീക്കും, പോരാട്ടങ്ങളെ മാറ്റും. പ്രാർത്ഥനയാൽ ദൈവിക സാന്നിധ്യവും ദൈവദേശത്തും നിങ്ങളിലേക്ക് ഇറങ്ങി വരും. പ്രാർത്ഥന എന്ത് ചെയ്യും? പോരാട്ടങ്ങളെ നീക്കി തരും, വെല്ലുവിളിയെ നീക്കി തരും, പ്രശ്നങ്ങളെ മാറ്റി തരും. നിങ്ങളുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും? ദൈവ സാന്നിധ്യം ദൈവദേശത്തും ഇറങ്ങി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് 91 സംഗീതത്തിനൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. 91 സംഗീതത്തിലേക്ക് വരുമ്പോൾ അതിന് 7-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. ഹല്ലേലൂയ. അത് സ്നേഹിക്കുന്നത്, ഈ വചനമൊക്കെ യാഥാർത്ഥ്യമാണ്. ഇത് സത്യമായ വചനമാണ്. വേദപുസ്തകത്തിലെ വചനങ്ങൾ അത്ഭുതമാണ്. അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ആ വചനം, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴുമെങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല എന്ന് പറഞ്ഞ് ഇടത്തും വലത്തും സംഹാരം നടക്കുമ്പോഴും കർത്താവ് നിന്നെ സൂക്ഷിക്കുമെന്ന്. ഇടത്തും വലത്തും നിനക്ക് നിന്റെ സംഹാരകൻ എഴുന്നേൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഭവനത്തിനകത്തും പുറത്തും വിഷയം നടക്കുന്നു. ഭാര്യ ഭർത്താവ് ഭാര്യയുടെ മക്കൾ, അപ്പനമ്മമാരോട്, അയൽവാസികൾ, ബന്ധുക്കൾ, നിയമങ്ങളെല്ലാം നിനക്ക് നേരെ പ്രശ്നമായി മാറും. നിന്റെ ഇടവും ബാലവും പ്രശ്നമായി മാറുമ്പോൾ കർത്താവ് നിനക്ക് അനുകൂലമാണ്. ചെല്ലു പറയത്തില്ല, ഈ ഇടവും ബാലവും പ്രശ്നവാസി, മുന്നോട്ടും പുറകോട്ടും പാടില്ല, എങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നമാണെന്നൊക്കെ എത്രയോ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ?
ഹല്ലേലൂയ. അങ്ങനെ പറയുന്നവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള ദൈവിക സന്ദേശമാണ് 91 സംഗീതം വാക്യം. അല്ലെങ്കിൽ എന്തിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അല്ലെങ്കിൽ അത് നിന്നോട് അടുത്ത് വരികയില്ലെന്ന്. ഇത് എത്ര ആശ്വാസമല്ലേ! ഇതൊക്കെ നിങ്ങളോട് ദൈവാത്മാവ് പറയുന്ന ശക്തമായ ദൂതാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശ്രോതാ, നിന്നോട് പറയുന്ന വ്യക്തിപരമായ ദൂതായത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ഒരിക്കലും തകർന്നു പോകാൻ എന്റെ യേശു അനുവദിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ജീവിതം ബലപ്പെടണം, ജീവിതം ക്രിസ്തുവിൽ ആശ്രയിക്കണം, ജീവിതം ക്രിസ്തുവിൽ ആനന്ദിക്കണം. ഹല്ലേലൂയ. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ വായിച്ച വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യമാണ് വായിച്ചത്. വൈകപാട് ചുറ്റും മാതിലിനെതിരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിവൻ ഒരു ദുർഗവും, ദരിദ്രന് അവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും, കൊടുങ്കാറ്റിൽ ഒരു ശരണവും, ഉഷ്ണത്തിൽ ഒരു തണലുമായി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ജയം. ആരെങ്കിലും ഇന്ന് പകൽ പ്രശ്നത്തിന് മുമ്പിൽ കടന്നു പോകുന്നെങ്കിൽ, വെല്ലുവിളികളെ നേരിടുന്നുണ്ടെങ്കിൽ, മരണം മാത്രമാണ് മുമ്പില്ലെങ്കിൽ ഭാരപ്പെടേണ്ട. യേശുവിനോട് പ്രാർത്ഥിച്ചാൽ മതി. ആമേൻ. ദൈവം നിനക്ക് വേണ്ടി എഴുതേക്കും. ജാതികളെ നിന്റെ കാൽ കീഴിലാക്കി തരും, നിന്റെ ശത്രുവിനെ നിന്റെ കാൽ കീഴിലാക്കി തരും, നിന്നോട് എതിർക്കുന്നവരെ നിന്റെ കാൽ കീഴിലാക്കി തരും. ഹല്ലേലൂയ. ജയം നിനക്ക് തന്നെയാ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ജയം നിനക്കാം. നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നൽകാൻ യേശു ആഗ്രഹിക്കുന്നു. ആരെങ്കിലും ഇന്ന് പകൽ പ്രതിസന്ധികൾ അതിൽ കടന്നു പോകുന്നെങ്കിൽ യേശുവിന് വേണ്ടി നേർപ്പിച്ചു കൊടുക്കുക, യേശുവിന്റെ ഹൃദയം ഒന്ന് വിട്ടുകൊടുക്കുക. നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. വിശ്വസിച്ച് ഏറ്റെടുത്തുകൊണ്ട് എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കേരളത്തിലെ കർത്താവ് 3.25 കോടി ജനത്തിലെ തലമുറകൾ അടത്തിൽപ്പെടാത്ത അന്യസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിൽ 140 കോടിയിലധികം ജനത്തിനായി 21 സംസ്ഥാനങ്ങളിൽ, കേന്ദ്രപ്രദേശങ്ങളിൽ, 6 ലക്ഷത്തിലെ ഗ്രാമങ്ങളെയും, ലോക രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങൾക്കായി, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, വെസ്റ്റ് അന്റാർട്ടിക് രാജ്യങ്ങൾക്കായി, 7 ഭൂഖണ്ഡങ്ങളിലായി കർത്താവ് 800 കോടി ജനത്തിനായി, വെള്ളത്തിന്റെ സ്രോതസ്സില്ലാതെ, നെറ്റ്വർക്കുകളില്ലാതെ, വാഹന സൗകര്യങ്ങളില്ലാതെ, ഹോസ്പിറ്റലില്ലാതെ, സ്കൂളുകളില്ലാതെ, കർത്താവ് ദാരിദ്ര്യം, പ്രയാസം, പട്ടിണി, ദുരന്തത്തിലും കടന്നു പോകുന്ന ലോകരാജ്യങ്ങളിൽ ദൈവമായി യാതൊരു ബന്ധവുമില്ലാതെ, ദൈവമായി യാതൊരു ഇടപെടലുമില്ലാതെ, ശത്രുസൈന്യത്താൽ തകർന്നു കിടക്കുന്ന അനവധി ആളുകൾ, യുദ്ധങ്ങളും, യുദ്ധശ്രുതികളും, ക്ഷാമങ്ങളും, ഭൂകമ്പങ്ങളും അവിടെയായി ഉണ്ടാകുമ്പോൾ എന്റെ നിലവിൽ ജനത്തെ സൂക്ഷിക്കുന്നതായി പ്രാർത്ഥിക്കുന്നു. കർത്താവിയുടെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസി മേഖലയിൽ, ട്രൈബൽ മേഖലയായിരിക്കും ജനത്തെ, അവിടുത്തെ അധികാരികളെ, ഭരണാധിപന്മാരെ, കൽസേന, വ്യോമസേന, നാവികസേനാധികാരികൾ, അതിർത്തികൾക്കങ്ങൾ, നിയമനിർമ്മാണങ്ങൾ, ക്രമസമാധാന പാലകരെ, രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, പോലീസിന്റെ വിവിധ സെക്ഷനുകളെ, ഞങ്ങളുടെ ജുഡീഷ്യൽ വിവിധ വകുപ്പുകൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഈ ഒരു ദൈവ സാന്നിധ്യം അയക്കണമേ. കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുക, വാഹന സെയിൽസ് ചെയ്യുന്നവർക്കായി, സമുദ്രതീരങ്ങളിൽ കർത്താവിൽ താമസിക്കുന്നവർ, കടലോര വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മത്സ്യത്തിനെ കടന്നുപോയിരിക്കുന്നവർ, അല്ലെങ്കിൽ കർത്താവിധ കനികൾ, കമ്പനികൾ, ഫാക്ടറി ജോലി ചെയ്യുന്ന വലുത് ചെറുമായ വ്യാപാര, വ്യവസായ, എല്ലാ വഴിയോര കച്ചവടക്കാരി, സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, ബാങ്കിങ് മേഖല, എല്ലാ മേഖലകൾക്ക് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കൺസ്ട്രക്ഷൻ രംഗത്ത്, മെക്കാനിക്, മോട്ടോർ രംഗത്ത്, യൂണിറ്റ് രംഗത്ത്, കർത്താവ്, ടാക്സി, ഓട്ടോ ഡ്രൈവേഴ്സ്, എല്ലാ ഹെവിയാണ്, ചെറുതും വലുതും എല്ലാ ഹെവി വാഹനം ഓടിക്കുന്നവരെ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. മത, സാമൂഹിക, സാംസ്കാരിക സംഘടന രംഗത്ത്, ജലക്രമാധ്യ, മീഡിയ രംഗത്ത്, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ, പാർട്ടികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മത നേതാക്കന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒരു ദൈവ സാന്നിധ്യം അയക്കണമേ. മദ്യത്തിനുമായി മനുഷ്യരെ ഗർഭപാത്രങ്ങൾ, ചൂതാട്ടങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്നവർ, കർത്താവ്, തീവ്രവാദ, ഭീകരവാദ, വർഗീയതയിൽ അകപ്പെട്ട് കിടക്കുന്നവർക്ക് വിടുതൽ, മനസ്സാന്തരം കൊടുക്കണമേ. എല്ലാ അഴിമതിക്ക്, അരിച്ചത്, കൈക്കൂലിയും, കർത്താവി, എല്ലാ കർത്താവി, കൊള്ളയും കൊള്ളപ്പലിശകളും, എല്ലാ അക്രമങ്ങളും, ദുരന്തങ്ങളും നൽകും ചേർത്ത് വിടിവിക്കണം. മഹാവ്യാപ്തിയായിരിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കണമേ. വിദേശ രാജ്യം ജോലിക്കായി കടന്നുപോയി കഷ്ട സഹിക്കുന്ന സൗര്യമാർ, പീഡ അനുഭവിക്കുക, പീഡിപ്പിക്കപ്പെടുന്നവർ, ഹല്ലേലൂയ, ആമി വേദനയുടെ കടന്നുപോകുന്ന സഹോദരന്മാർ, മണരാറ്റിന്റെ കഷ്ടം സഹിക്കാൻ സാലറി കിട്ടാതെ വാട്ടിക്കൊണ്ട് ഭാരപ്പെടുന്നവർ, കടക്കടിയാൽ ഭാരപ്പെടുന്നവർ, മദ്യത്തിനുമായി അടിപ്പെട്ട് ജയിലിൽ കിടക്കുന്നവർ, എല്ലാം പുറത്ത് പ്രാർത്ഥിക്കുന്നത് വിടുതലിന്റെ ദൈവം അയക്കണമേ പ്രാർത്ഥിക്കുന്ന. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ കർത്താവിന്റെ വേരുമായി കടന്ന ദൈവത്തിന്റെ ദാസിദാസന്മാരുടെ തലമുറയുടെ ദാമി കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ജയിലിൽ കിടക്കുന്നവർക്ക് ആശ്വാസമുണ്ട്. അധികാരികൾ ദൈവം ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും കർത്താവിന്റെ അത്ഭുതം ചെയ്യണം. ശൈശവത്തിലും, ബാല്യത്തിലും, കൗമാരം, യൗവനത്തിലും, വാർത്തകത്തിലും, അനുഭവത്തിലും, അശമയാചകർ, ഓർഫനേജിൽ, ഒട്ടഞ്ഞു തടവറയിലായിരിക്കും ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ലഹരിക്ക് അടിമകളായിരിക്കും വിടുവിക്കണമേ. കുടുംബം തകർന്ന, കുടുംബജീവിതം ചിഹ്നവിന
അനുദിനമായി വാർത്തന്ന് വിടുവിക്കണം. കുടുംബ കോടതിയിൽ വിവാഹബന്ധന കെട്ടിക്കിടക്കുന്ന കേസുകൾക്കെല്ലാം പരിഹാരങ്ങൾ ദൈവം യോജിപ്പിച്ച് മനുഷ്യൻ വേർതിരിക്കാതെ എല്ലാത്തിനും പരിഹാരം ഉണ്ടാകാൻ പ്രാർത്ഥിക്കും. രോഗികൾക്ക് സൗഖ്യം കൊടുക്കണം, വ്യാധികളായിരിക്കും വിടിവിക്കണം. എല്ലാ ശാപങ്ങളും പാപങ്ങളും രോഗങ്ങളും ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. ജനത്തിന്മേൽ വലിയൊരു വിടുതലതി വഹിക്കണമേ പ്രാർത്ഥിക്കുകയാണ്. സകലത്തിന്മേൽ ദൈവനീതി വെളിപ്പെടണം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.